അയാള് MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ ഈ പറയുന്ന മുകേഷ് MLA ഉണ്ടല്ലോ കൊല്ലത്തെ, പുള്ളി എന്നേ രാജിവെക്കേണ്ടില്ല. പുള്ളി എന്തുകൊണ്ട് രാജിവെപ്പിക്കുന്നില്ല? ഈ മുകേഷ് MLA-ക്കെതിരെ ഒരു ചെറു പാർട്ടിന്ന് പോലും പുറത്താക്കാത്ത മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പോയിട്ട് ആ കുഞ്ഞെ വീണ്ടും എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഈ പറയുന്ന ഈ ഇപ്പം പൊക്കിക്കൊണ്ട് വന്ന സ്ത്രീകള് ഇവരെ അന്ന് സുഖിച്ചു കിടന്നപ്പോ എന്താ ഇത് വേണ്ട എന്ന് പറയാഞ്ഞത്? നമ്മളുടെ ഈ കേരളത്തിലുള്ള ആയാലും ഇന്ത്യയിലുള്ള ആയാലും എല്ലാ രാഷ്ട്രീയക്കാരിലും 90% പേരും കോഴികൾ തന്നെയാണ്. ഇതാണ് പല പരിപാടികളും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഉള്ളത്. ഇത്രയും കേരളത്തിൽ ഇത്രയും അഴിമതിയും ജനദ്രോഹപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നടന്നു നട്ടല്ലുള്ളൊരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ പല കാര്യങ്ങളും. ഗണേഷ് കുമാർ വന്ന ശേഷം പുള്ളി തെറ്റായ കാര്യങ്ങളെല്ലാം ചെയ്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ 90% ഇപ്പം പുള്ളിക്കാരൻ ചെയ്ത് KSRTC വളർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹം തന്നെ പച്ചയ്ക്ക് പറയുന്ന മിടുക്കനായിട്ടുള്ള നേതാവെന്ന് പറയാൻ KB ഗണേഷ് കുമാറിനെ. കാരണം ഇപ്പോൾ അയാൾ ഭയങ്കര രീതിയിൽ KSRTC രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു വീടില്ലാത്ത ഒരാൾ കൊണ്ടൊരു സംഭവം കൊടുത്തു, നിവേദനം കൊടുത്തു. അയാൾ അത് നിഷേധിച്ചു. സുരേഷ് ഗോപി പുള്ളിയുടെ പണിയല്ലെന്നാ പറഞ്ഞു. ഇവിടെ ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ. ചെയ്തത് മോശമായിട്ടുള്ള കാര്യമാണ്. പുള്ളിയുടെ അതിനകത്ത് പേടിക്കാം. അല്ലാതെ ഇവന്മാർ 10 PA ഉണ്ടാക്കി വെച്ചിട്ട് ഇവന്മാർ ഒറ്റ വിളിച്ച് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഈ MLA-മാർക്ക് ഏതെങ്കിലും സാധാരണക്കാരന്മാർക്ക് കാണാൻ പറ്റുമോ? ചെന്ന് കയറാൻ പറ്റും. ഈ 10 PA കാണും. ഏതെങ്കിലും ഒരാൾ പറയുന്ന കണക്ക് കറങ്ങുന്ന കസാര ഇരുന്നിട്ട് അണ്ടിപ്പരിപ്പ് നിന്ന് കറങ്ങിക്കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. AC കാറി കയറി കറങ്ങുമല്ലോ. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി തൃശ്ശൂർ ജയിച്ചപ്പം രാഷ്ട്രീയം നോക്കാതെ നമ്മളെല്ലാം വിചാരിച്ചത് നല്ലൊരാളായിരിക്കും. പക്ഷെ പുള്ളി നല്ല ആളൊക്കെയാണ്, എന്തെങ്കിലും ചെയ്യും, അത് ചെയ്യുമായിരിക്കാം. പക്ഷെ അങ്ങനെ ഇരുന്നാ പക്ഷേ പുള്ളിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അടുത്ത് എല്ലാവരും പുള്ളി അമ്പ്രാനാണ്, പുള്ളിയുടെ മുന്നിൽ ഇങ്ങനെ താഴ്ന്നു നിൽക്കണം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് നിന്ന് വിമർശിക്കുന്ന ആൾക്കാരാണല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു സ്ത്രീ വിഷയം ഒന്നല്ല, 1, 2, 3, 4 എന്ന് പറഞ്ഞ രീതിയിൽ സ്ത്രീ വിഷയം വന്നു. പാർട്ടിയിൽ നിന്നും പുറത്താക്കി ശരി. പക്ഷെ MLA സ്ഥാനത്തിൽ, അതായത് ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ഒരാള് MLA സ്ഥാനത്തിൽ ഇങ്ങനൊരു ആരോപണവും കേട്ടുകൊണ്ട് ഭരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞങ്ങൾ പറയുന്നത് മീൻസ് അദ്ദേഹത്തിന് ഇപ്പൊ MLA സ്ഥാനം വയ്ക്കാൻ ഒരു യോഗ്യതയില്ല. എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? കാര്യം എത്ര ഇതാണ് വന്നത്, വിമർശനങ്ങളാണ് വന്നത്. ഗർഭചിത്തം, സ്ത്രീ പീഡനം, അങ്ങനെ നിരവധി വന്നല്ലോ. നിങ്ങൾ പല സ്ഥലത്തും നിങ്ങൾ ഈ അനീതിക്കെതിരെ സംസാരിക്കണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണ എങ്കിലും ഞാൻ കേട്ടില്ല. അല്ല, രാഹുൽ മാങ്കൂട്ടം ചെയ്ത് തെറ്റാണ്. പക്ഷെ അയാള് MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ ഈ പറയുന്ന മുകേഷ് MLA ഉണ്ടല്ലോ കൊല്ലത്തെ, പുള്ളി എന്നേ രാജിവെക്കേണ്ടില്ലേ? പുള്ളി എന്തുകൊണ്ട് രാജിവെപ്പിക്കുന്നില്ല? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം വലിയ വീരവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭയങ്കരമായിട്ട് പ്രതിഷേധവും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടല്ലോ. ഇവന്മാർക്കൊന്നും അന്ന് ഉറപ്പില്ലായിരുന്നോ? ഈ മുകേഷ് MLA പല സ്ത്രീയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായല്ലോ. അന്ന് എന്തുകൊണ്ട് പാർട്ടിന്ന് പോലും പുറത്താക്കി? അന്നത്തെ കാര്യം സ്ത്രീകൾ ആരും അങ്ങനെ മുന്നിട്ട് വന്നിട്ടില്ല. അല്ല, ഇത്രയും വലിയ ഒരു പ്രശ്നം ഉണ്ടായിട്ടും എന്തുകൊണ്ട് പാർട്ടി ഈ മുകേഷ് MLA-ക്കെതിരെ ഒരു ചെറു പാർട്ടിന്ന് പോലും പുറത്താക്കാത്ത? മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പോയിട്ട് ആ കുഞ്ഞെ വീണ്ടും എടുത്ത് വെച്ചോണ്ടിരിക്കുക. പിന്നെ അതുപോലെ അല്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്. അങ്ങനെയാണെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പറ്റാത്തൊരവസ്ഥ ആയിപ്പോയി. ഓക്കെ, ആയിക്കോട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുമില്ല, പിന്നെ എതിർക്കുന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ന്യായമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഈ ഇപ്പം പൊക്കിക്കൊണ്ട് വന്ന സ്ത്രീകള് ഇവരെ അന്ന് സുഖിച്ചു കിടന്നപ്പോ എന്താ ഇത് വേണ്ട എന്ന് പറയാഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്. പവറുണ്ട്, പിൻബലമുണ്ട്, ഹോൾഡുണ്ട്. ഇതൊക്കെ പേടിച്ചുകൊണ്ടായിരിക്കും അവർ അന്ന് വരാത്തത്. ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ അവർ പുറത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നു. അവസരം കിട്ടുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുക്കുന്ന ഓരോ കഥകളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ കേരളത്തിലുള്ള ആയാലും ഇന്ത്യയിലുള്ള ആയാലും എല്ലാ രാഷ്ട്രീയക്കാരിലും 90% പേരും കോഴികൾ തന്നെയാണ്. ഇതാണ് പല പരിപാടികളും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഉള്ളത്. അപ്പം ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴത്തേന് നമുക്കത് വേണ്ടാത്ത ഒരാളായിട്ട് തോന്നുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് ഇപ്പൊ ഒരു യുവതലമുറ ഒരുപാട് പേര് യുവാക്കൾ ആരാധിക്കുന്ന ഒരു ആളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പൊ ഈ വയസ്സായ മുകേഷിനെ പോലെയോ അല്ലെങ്കിൽ പ്രായമായ മുകേഷിനെ പോലെയോ കളിയാക്കല്ല ഞാൻ പറയുന്നത്. പ്രായമായ ഒരാളെ പോലെയല്ല,
വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. മറ്റുള്ളവർക്ക് വഴി കാട്ടേണ്ട ഒരാള് ഇത്രയും സ്ത്രീ വിഷയങ്ങളിൽ പേരെടുത്തതും ആ ഒരു പാർട്ടിയിൽ നിന്ന് MLA സ്ഥാനം രാജിവെച്ച് അടുത്ത ഇലക്ഷൻ നേരിടണം. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ഈ MLA സ്ഥാനം പിന്നെ രാജിവെക്കണം. അത് MLA സ്ഥാനം അതിർത്തി രാജിവെക്കണം. അത് രാഹുൽ മാങ്കൂട്ടം തന്നെ തീരുമാനിച്ച് MLA സ്ഥാനം രാജിവെച്ച് പോകുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. അത് മര്യാദയാണ്. പിന്നെ അതിനകത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് LDF-ന് ഒരു യോഗ്യതയില്ല ഇവനെ പുറത്താക്കാൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനോ പിന്നെ പ്രതിഷേധം ചെയ്യാൻ ഒരു യോഗ്യതയില്ല. കാരണം അവരുടെ പാർട്ടി തന്നെ ഉണ്ട് നല്ല കാമക്കോഴികൾ. ഒരു പാർട്ടി ഒരു വിഷയം വരുമ്പോൾ മറു പാർട്ടി പ്രതിപക്ഷം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി അത് പുറത്ത് കൊണ്ടുവരുമല്ലോ, അല്ലെങ്കിൽ അവർ പ്രതികരിക്കുമല്ലോ. അതെ തീർച്ചയായും. എന്ത് മറുപക്ഷം ഈ അധികം പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ, കാരണം ഈ രണ്ട് പാർട്ടിയിൽ നിൽക്കുന്നവന്മാര് എല്ലാം മറ്റു കാര്യത്തിലെല്ലാം പരസ്പരം ഭയങ്കര കൂട്ടാണ്. കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഇതൊക്കെ ജനങ്ങളെ പൊടിയിടാൻ വേണ്ടിയുള്ള സംഭവമാണ്. പ്രതിഷേധം നടത്തി വിജയിപ്പിച്ചിട്ടുള്ള ഏത് സംഭവം ഉണ്ട് നമ്മുടെ കേരളത്തിൽ? ഒന്നോ രണ്ടോ പറയുന്ന സംഭവങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ പ്രതിഷേധം ചെയ്ത് അല്ലെങ്കിൽ സമരം ചെയ്ത് വിജയിപ്പിച്ചിട്ട് ഒരു സ്ഥാനമില്ല. നമ്മളിപ്പം ഈ ഇത്രയും കേരളത്തിൽ ഇത്രയും അഴിമതിയും ജനദ്രോഹപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നടന്നു നട്ടലുള്ള ഒരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ പല കാര്യങ്ങളും ഇവിടെ ഇവര് പിന്നെ കൊടി പിടിച്ചു കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ഇവിടെ നിഷേധിക്കപ്പെട്ടു. ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, അടി കൂടെ പൈസ മേടിക്കുന്ന ആൾക്കാരവര്. ഇവന്മാർക്കൊന്നും ഒരു നട്ടലുമില്ല. പാവങ്ങൾക്ക് വേണ്ടി ഇവന്മാരൊന്നും ഒരു കുന്തവും ചെയ്യത്തില്ല. അത് ഭരണവശമായാലും പ്രതിപക്ഷമായാലും ഇവന്മാരൊന്നും ഒരു വാഴയ്ക്കയും പാവങ്ങൾക്ക് വേണ്ടി ചെയ്യത്തില്ല. കാലാകാലങ്ങളായി മാറി വരുന്ന പാർട്ടി തന്നെയാണ് നടന്നു വരുന്നത്. എല്ലാവർക്കും അറിയാം. അത് ഇനി മാറേയില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സുരേഷയുടെ കാര്യം തന്നെ പറയാം. സർക്കാർ ഇപ്പം പിണറായി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയരുത്. ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. ജനപിന്തുണയുടെ ഒരു കാര്യവും ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടി പ്രയോജനമുള്ള സാധനം ചെയ്യും. ലാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാല് ഈ ലോൺ എടുത്ത് 5 ലക്ഷം രൂപ താഴെ പറഞ്ഞ സാധാരണക്കാരെ കുടുംബങ്ങൾ ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സർക്കാർ തിരിച്ചടയ്ക്കും എന്നൊരു നിയമം വന്നിട്ടുണ്ട്. ഇപ്പൊ അത് പറച്ചിലേ ഉള്ളൂ. എവിടെ നടപ്പിലാക്കിയത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. 90% കാര്യങ്ങൾ പറച്ചിലേ ഉള്ളൂ. നടപ്പിലാക്കും എല്ലാവരും. ഇപ്പൊ കഴിഞ്ഞ ഫ്ലാറ്റ് വെച്ചു കൊടുത്തു സുനാമി, അതുപോലെ അവിടെ അല്ല, അതൊക്കെ യഥാർത്ഥത്തിൽ ഈ സർക്കാരിന്റെ ചെയ്യേണ്ട കാര്യം. അതിപ്പോ കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അത് അവർക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഫ്ലാറ്റ് വെച്ചു കൊടുക്കുന്നു, വീട് വെച്ചു കൊടുക്കും, പാവപ്പെട്ടവർക്ക് വീടില്ലാത്തതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഗണേഷ് കുമാറിനെ ആയിട്ടും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്, പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പം ഗണേഷ് കുമാർ വന്ന ശേഷം പുള്ളി തെറ്റായ കാര്യങ്ങളെല്ലാം ചെയ്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ 90% ഇപ്പം പുള്ളിക്കാരൻ ചെയ്ത് KSRTC വളർത്തിക്കൊണ്ടുവന്നത് ഒരു പച്ചയ്ക്ക് പറയുന്ന മിടുക്കനായിട്ടുള്ള നേതാവെന്ന് പറയാൻ KB ഗണേഷ് കുമാറിനെ. കാരണം ഇപ്പോൾ അയാൾ ഭയങ്കര രീതിയിൽ KSRTC രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ചില കാര്യങ്ങൾ ഒരു മന്ദബുദ്ധിയെ പോലെ ചില സമയത്ത് സംസാരിക്കുന്നുണ്ട്. ചില സമയത്ത് എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ പറയുന്നത് നമ്മൾ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാണാം. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാ കാര്യവും ചെയ്യണമെങ്കിൽ അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രിയായി മാറണം. അല്ലാത്ത പക്ഷം അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയൊക്കെ തന്നെ. പക്ഷെ അയാളെ അടിച്ചമർത്തി ആദ്യം. പക്ഷെ ഇപ്പം അയാൾ ഏകദേശം പഴയ ലെവലിലേക്ക് വരുന്നു. പോയാലും ഓക്കെ ആക്കി നല്ല രീതിയിൽ ലെവലിൽ KSRTC കൊണ്ടുവരുന്നുണ്ട്. നല്ല കാര്യങ്ങൾ 90% നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കോൺഗ്രസിൽ ഇതുപോലെ സ്ത്രീ വിഷയങ്ങൾ, പല കൈക്കൂലി കേസ്, അങ്ങനെ പല ആരോപണങ്ങൾ, തമ്മിൽ കുത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ആര് പറഞ്ഞു കോൺഗ്രസ് നല്ലതെന്ന്? ആര് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞാണ്. പക്ഷെ അടുത്ത പ്രാവശ്യം ഈ രണ്ട് പാർട്ടി BJP നോക്കണ്ട. കാര്യം ഇപ്പോഴൊന്നും ഭരണത്തിൽ വരൂല. BJP എന്തോ ഒരു 25-30 വർഷമെങ്കിലും കഴിയും. ഇപ്പൊ പറയട്ടെ, ജനങ്ങൾ നോക്കുന്ന എന്താന്ന് വെച്ചാല് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ജനങ്ങൾ കൂട്ടു നിൽക്കുന്നത്. അപ്പൊ അന്നേരം ആ പാർട്ടിയെ നോക്കത്തില്ല. ഇപ്പൊ തന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു ഏറ്റവും വലിയ ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല. ഇല്ല, ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഒരു രാഷ്ട്രീയക്കാരാന്ന് വെച്ചോ, അല്ല രാഷ്ട്രീയ നേതാക്കൾ, അല്ല MLA ആരോ ആയിക്കോ വെച്ചേ, അപ്പൊ ജനങ്ങളുടെ അടുത്തോട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു നേതാവാണ്. ഒരു കുന്തവും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആൾക്കാരുടെ അടുത്തുള്ള സഹകരണം വെച്ച് ഈ ഇടയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു വീടില്ലാത്ത ഒരാൾ കൊണ്ടൊരു സംഭവം കൊടുത്തു, നിവേദനം കൊടുത്തു. അയാൾ അത് നിഷേധിച്ചു. സുരേഷ് ഗോപി പുള്ളിയുടെ പണിയല്ലെന്ന് പറഞ്ഞു. പക്ഷേ സുരേഷ് ഗോപി ചെയ്തത് മോശമായിട്ടുള്ള കാര്യമാണ്. പുള്ളിയുടെ അതിനകത്ത് മേടിച്ചിട്ട് പറയാം.
അത് ന്യൂസുകാരുടെ അടുത്തായാലും പറയാം, തുറന്നു പറയാം, അതെ. മീഡിയക്കാരുടെ അടുത്ത് തുറന്നു പറയാം, ഇന്നാണൊക്കെ ഒരാൾ നിവേദ്യം കൊണ്ടുവന്ന ഈ പഞ്ചായത്തുകാർക്ക് എന്തുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയും. പക്ഷെ അയാളെ കളിയാക്കുന്നതാണൊക്കെ പറഞ്ഞിട്ടു. പക്ഷെ അയാൾക്ക് ഇപ്പം ഈ വീട് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഇടപെട്ട്. ഇത്രയും നാൾ സർക്കാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല? അപ്പൊ ഇങ്ങനൊരു സംഭവം ന്യൂസിനകത്തായ ശേഷം ശ്രദ്ധയിൽ ചിലപ്പോൾ പെട്ടില്ല. എനിക്ക് അതാ പറഞ്ഞ തോന്നുന്നു ശ്രദ്ധയിൽ പെടണമെങ്കിൽ അതില് കയ്യടി കൊടുക്കേണ്ട സുരേഷ് ഗോപിക്ക് തന്നെ സുരേഷ് ഗോപി കൊടുക്കണമായിരിക്കാം. പക്ഷെ ഒരിക്കലുമില്ല. അങ്ങനൊരു അല്ല ഞാൻ പറയുന്നത് ശ്രദ്ധയിൽ പെടണമെങ്കിൽ ജനങ്ങളുടെ അടുത്തോട്ട് ഇറങ്ങിച്ചെല്ലണം. അല്ലാതെ ഇവന്മാർ 10 PA ഉണ്ടാക്കി വെച്ചിട്ട് ഇവന്മാർ ഒറ്റ ഒരെണ്ണം വിളിച്ച ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഈ MLA-മാർക്ക് ഏതെങ്കിലും സാധാരണക്കാരന്മാർക്ക് കാണാൻ പറ്റുമോ? അതെ ചെന്ന് കയറാൻ പറ്റും. ഈ 10 PA കാണും. ഏതെങ്കിലും ഒരുത്തന്മാരെടുത്ത് വിളിച്ച അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? ആർക്ക് കാണാൻ പറ്റും? അതാ ജനങ്ങളുടെ അടുത്ത് ഇറങ്ങി ചെന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആൾക്കാർ തന്നെയാണ് അർത്ഥം. സുരേഷ് ഗോപി കാണിച്ചത് 100-ൽ 110% തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് വേടിക്കാം, സ്വീകരിക്കാം. ആ പ്രായത്തെ ബഹുമാനിച്ചെങ്കിലും, സുരേഷ് ഗോപിയുടെ അത്രയും പ്രായം കാണത്തുള്ളൂ എങ്കിലും ആ പ്രായത്തെ ബഹുമാനിച്ചെങ്കിലും അയാൾക്കത് വേടിച്ച് വെച്ചിട്ട് ആ പഞ്ചായത്ത് മീഡിയക്കാരെ അറിയിക്കുക, കണ്ടോ ഈ ഇന്ന സ്ഥലത്തെ പഞ്ചായത്തുകാർ ഇന്ന കണക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്തസ്സുണ്ടായിരുന്നു. അല്ല, അത് മാത്രമല്ല, ഈ സുരേഷ് ഗോപി ഇരിക്കുന്ന സ്ഥലത്തെ അവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് മെമ്പറും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇരിക്കുന്ന സദസ്സിലാണ് പുള്ളിക്ക് അവിടെ വെച്ച് ഷോ കാണിച്ചിരുന്നേ പിന്നെ ഉണ്ടായിരുന്നു. അല്ല അതന്നെ ഇത് കയ്യടി. ഇപ്പൊ എല്ലാരും പറയുന്നത് എന്തുവാ? സുരേഷ് ഗോപി പറയുന്നത് എന്തുവാ? സുരേഷ് ഗോപി അത് നിഷേധിച്ചത് കൊണ്ടാണ് പുള്ളിക്ക് വീടുണ്ടാക്കിയത്. അങ്ങനല്ല ചെയ്യേണ്ടത്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അത്രയ്ക്ക് അവരുടെ മനസ്സിലോട്ട് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ നടത്തി കൊടുക്കണം. ഒന്നും നടത്തിയില്ലേലും കുഴപ്പമില്ല, സ്നേഹം പ്രകടിപ്പിച്ചാൽ മതി. അതെ. അല്ലാതെ പിന്നെ ഈ നമ്മളെ പറയുന്ന കണക്ക് കറങ്ങുന്ന കസാര ഇരുന്നിട്ട് അണ്ടിപ്പരിപ്പ് നിന്ന് കറങ്ങിക്കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. AC കാറി കയറി കറങ്ങുമല്ലോ മാറില്ല. ആ ഒരു പാവപ്പെട്ട മനുഷ്യന് ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊക്കെ നമ്മുടെ സർക്കാരിനുണ്ട്. ഇതൊക്കെ ഒരു അവഗണനാഭാവം മുന്നോട്ട് നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പ്. സുരേഷ് ഗോപി ഇവിടെ കാണിച്ച രാഷ്ട്രീയ മുതലെടുപ്പ്. സുരേഷ് ഗോപി 1-2 കാര്യങ്ങൾ ഇത് മുമ്പും പല കാര്യങ്ങളും പല സ്ഥലത്തും നോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് തന്നെ കൊണ്ടുവരുമ്പോൾ മുമ്പ് ഒരു ലേഡി ഒരു കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ നമ്മൾ പറഞ്ഞത് വാങ്ങിച്ചു വെക്കാം. നമ്മൾ ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുക, ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി തൃശ്ശൂർ ജയിച്ചപ്പം രാഷ്ട്രീയം നോക്കാതെ നമ്മളെല്ലാം വിചാരിച്ചത് നല്ലൊരാളായിരിക്കും. പക്ഷെ പുള്ളി നല്ല ആളൊക്കെയാണ്, എന്തെങ്കിലും ചെയ്യും, അത് ചെയ്യുമായിരിക്കാം. പക്ഷെ അങ്ങനെ ഇതാ പക്ഷേ പുള്ളിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഒഴിഞ്ഞു മാറുന്ന കണക്കാ തോന്നിയത്. പല കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ആ രാഷ്ട്രീയം പറയുന്ന പുള്ളിക്ക് മറ്റേ പോലീസ് വേഷത്തിൽ നിന്നൊന്നും വിട്ടുപോയിട്ടില്ല. മറ്റേ സിനിമ കമ്മീഷണർ അതിൽ പുള്ളി യഥാർത്ഥത്തിൽ വിട്ടുപോയിട്ടില്ല. പുള്ളിക്കൊരു വിചാരം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. പുള്ളിയുടെ അടുത്ത് ഇല്ലേ എല്ലാരും ഒരു സംഭവം ഉണ്ട് യഥാർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷയുള്ള ആൾക്കാരാണ്. സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, ഇവരൊക്കെ നമ്മൾ പ്രതീക്ഷയുള്ള ആൾക്കാരായിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു കേസ്, സുരേഷ് ഗോപി ഇങ്ങനെ ഇട്ട്, പിന്നെ ഷാഫി പറമ്പിൽ നിന്നുള്ള വ്യക്തി, അവരിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ആ പുള്ളിക്കാരനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇറങ്ങിച്ചെന്ന് ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് ഇതാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, പുള്ളിയോടൊരു സ്നേഹമുണ്ട്. പക്ഷെ അങ്ങനെ സ്നേഹം കാണിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കുറെ എന്താ പറയുന്നത്, നമ്മൾ കുറെ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വ്യക്തിപരമായിട്ട്.